ആഗോളതലത്തിലുള്ള പ്രവാസി മലയാളികൾക്കായി വേൾഡ് മലയാളി കൗൺസിൽ യൂറോപ്പ് റീജിയൻ നടത്തിക്കൊണ്ടിരിക്കുന്ന കലാ സാംസ്കാരിക വേദിയുടെ 24ാം സമ്മേളനത്തിൽ കേരളപ്പിറവി ആഘോഷവും CI കാർഡിനെ കുറിച്ചുള്ള ചർച്ചകളും നടന്നു. നവംബർ 29-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് വെർച്വൽ പ്ലാറ്റ്ഫോമിലൂടെ ഒരുക്കിയ കേരളപ്പിറവി ആഘോഷവും OCI കാർഡിനെ കുറിച്ചുള്ള ചർച്ചകളും വേൾഡ് മലയാളി കൗൺസിൽ ഗുഡ്വിൽ അംബാസിഡറും കേരള ഹൈക്കോടതിയിലെ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും സ്റ്റേറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടറുമായ അഡ്വക്കേറ്റ് ഗ്രേഷ്യസ് കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. മ്യൂസിക് അധ്യാപകനും യൂറോപ്പിലെ പ്രശസ്ത മലയാളി ഗായകനുമായ ജോസ് കവലച്ചിറയുടെ ഈശ്വര പ്രാർത്ഥനയോടെയാണ് കലാ സാംസ്കാരിക വേദി ആരംഭിച്ചത്. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും അഭിഭാഷകരായ അഡ്വക്കേറ്റ് ഗ്രേഷ്യസ് കുര്യാക്കോസ്, അഡ്വക്കേറ്റ് ജോർജ് വി തോമസ്, സംസ്ഥാന ഗവൺമെന്റിന്റെ മലയാളം മിഷൻ UK ചാപ്റ്റർ പ്രസിഡന്റും ലോക കേരള സഭാംഗവുമായ CA ജോസഫ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ ചെയർമാൻ ഗോപാലപിള്ള, ഗ്ലോബൽ പ്രസിഡന്റ് ശ്രീ ജോൺ മത്തായി എന്നിവർ ആശംസകൾ നേർന്നു. വേൾഡ് മലയാളി കൗൺസിൽ യൂറോപ്പ് റീജിയൻ പ്രസിഡന്റ് ജോളി M പടയാട്ടിൽ എല്ലാവരെയും സ്വാഗതം ചെയ്തു. കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി ജോർജ് കുര്യൻ കേരളപ്പിറവി ആഘോഷത്തിന് ആശംസകൾ നേർന്നതായി അറിയിച്ചു. കേന്ദ്ര ഗവൺമെന്റ് OCI കാർഡിൽ പുതിയതായി കൊണ്ടുവന്ന ഭേദഗതികളെ കുറിച്ചായിരുന്നു പ്രധാനമായി ചർച്ച നടന്നത്. OCI കാർഡിൽ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന ഭേദഗതികളെ കുറിച്ച് അഡ്വക്കേറ്റ് ഗ്രേഷ്യസ് കുര്യാക്കോസും അഡ്വക്കേറ്റ് ജോർജ് വി തോമസും ശ്രീ CJ ജോസഫും വിശദമായി ചർച്ച നടത്തി. അഡ്വക്കേറ്റ് ജോർജ് വി തോമസ് പുതിയതായി കൊണ്ടുവന്ന മാറ്റങ്ങൾ പ്രവാസികളെ എങ്ങനെ ബാധിക്കുമെന്ന് വിശദമായി പ്രതിപാദിച്ചു. പുതിയതായി കൊണ്ടുവന്ന ഭേദഗതികളെ ആർക്കു വേണമെങ്കിലും ദുരുപയോഗം ചെയ്ത് പ്രവാസികളെ കൂടുതൽ ദുരിതത്തിലാക്കാൻ കഴിയുമെന്നാണ് ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും തന്നെ അഭിപ്രായപ്പെട്ടത്. ജീവിതമാർഗം തേടി അന്യദേശത്ത് ജീവിക്കുന്ന പ്രവാസികൾ നാടിനെ സ്നേഹിക്കുന്നവരാണെന്നും ഒരുപക്ഷെ സ്വദേശത്തുള്ളവരെക്കാൾ നാടിനോട് സ്നേഹവും കൂറും പ്രകടിപ്പിക്കുന്നവർ പ്രവാസികളാണെന്നും നാടിന്റെ വികസനത്തിനായി മുതൽ മുടക്കുന്നവരാണെന്നും പലരും ചൂണ്ടിക്കാട്ടി. പുതിയതായി കൊണ്ടുവന്ന ഭേദഗതികൾ തങ്ങൾക്കുള്ള ഉത്കണ്ഠ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്ന് ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും തന്നെ നിർദ്ദേശിച്ചു. വേൾഡ് മലയാളി കൗൺസിൽ യൂറോപ്പ് റീജിയണൽ ട്രഷറർ ഷൈബു ജോസഫ് കട്ടിക്കാട്ട് കൃതജ്ഞത പറഞ്ഞു. വേൾഡ് മലയാളി കൗൺസിൽ യൂറോപ്പ് റീജിയണൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കലാ സാംസ്കാരിക വേദിയുടെ അടുത്ത സമ്മേളനം അടുത്ത വർഷം മാർച്ച് 28-ാം തീയതി സിൽവർ ജൂബിലിയായി വെർച്വൽ പ്ലാറ്റ്ഫോമിലൂടെ ആഘോഷിക്കുന്നതാണ്. ഈ കലാ സാംസ്കാരിക വേദിയിൽ എല്ലാ പ്രവാസി മലയാളികൾക്കും അവർ താമസിക്കുന്ന രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ഇതിൽ പങ്കെടുക്കാനും അവരുടെ കലാസൃഷ്ടികൾ അവതരിപ്പിക്കാനും ആശയവിനിമയങ്ങൾ നടത്താനും അവസരം ഉണ്ടായിരിക്കുന്നതാണ്. ആഗോളതലത്തിലുള്ള പ്രവാസി മലയാളികൾക്കായി തുടങ്ങിയിരിക്കുന്ന ഈ കലാ സാംസ്കാരിക വേദിയിൽ പ്രവാസികൾ അഭിമുഖീകരിക്കുന്ന സമകാലിക വിഷയങ്ങളെ കുറിച്ച് സംവദിക്കാനും അവസരം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ പ്രവാസി മലയാളികളെയും ഈ കലാ സാംസ്കാരിക കൂട്ടായ്മയിലേക്ക് വേൾഡ് മലയാളി കൗൺസിൽ യൂറോപ്പ് റീജിയൻ സ്വാഗതം ചെയ്തു.